പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപം സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ക്ലീൻ സിറ്റി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിലും പക്ഷേ അതെവിടെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതുതന്നെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത്. രൂക്ഷ വിമർശനമാണ് സംസ്ഥാന സർക്കാരിനുണ്ടായത്. ക്ലീൻ സിറ്റി എവിടെ എന്നായിരുന്നു ചോദിച്ചത്. പൊതുജനം ഫുട്പാത്തിലൂടെ തല ഉയർത്തി നടന്നാൽ കുഴിയിൽ വീഴുന്ന അവസ്ഥയാണെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞത്. പാതയോരത്ത് ഫ്ലെക്സുകൾ പെരുകുന്നതിലും കോടതി അതൃപ്തി രേഖപ്പെടുത്തി. ചീഫ് സെക്രട്ടറിയോട് ഇക്കാര്യത്തിൽ വിശദീകരണവും തേടിയിട്ടുണ്ട്. പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപവും കൊച്ചിയിലെ ഫുട്പാത്തിന്റെ ശോചനീയാവസ്ഥയും പാതയോരത്ത് നിയമം ലംഘിച്ച് ഇപ്പോഴും തുടരുന്ന ഫ്ലെക്സുകളും പരാമർശിച്ചായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ വിമർശനം. കൊച്ചിയിലെ കാൽനട യാത്രക്കാർ തല കുനിച്ചു നടക്കേണ്ട ഗതികേടിലാണെന്നും തല ഉയർത്തി നടന്നാൽ ഫുട്പാത്തിലെ കുഴിയിൽ വീഴുമെന്നും കോടതി പറഞ്ഞു. കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലും ദേശീയ പാതയോരത്തും മറ്റ് പ്രധാന റോഡുകൾക്ക് ഇരുവശവുമായും സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സുകൾ നീക്കം ചെയ്യാൻ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മടിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. ഫുട്ബോൾ ലോകകപ്പ് കഴിഞ്ഞിട്ടും റോഡരികിൽ മുഴുവൻ സ്ഥാപിച്ചിട്ടുള്ള ഫുട്ബോൾ ടീമിന്റെ ഫ്ലെക്സുകൾ മാറ്റിയിട്ടില്ല. സ്വന്തം നേട്ടം വിവരിച്ചുകൊണ്ട് ചില അഭിഭാഷകർ സ്ഥാപിക്കുന്ന ഫ്ലെക്സുകളെയും കോടതി വിമർശിച്ചു. ഇക്കാര്യങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കുന്നുവെന്ന് ചീഫ് സെക്രട്ടറി വിശദമായ സത്യവാങ്മൂലം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.